കഥനങ്ങളുടെ കടവ് കടന്നൊരു നിശ്ചയദാർഢ്യം വിജയത്തിന്റെ കടവ് കടന്നപ്പോൾ യുഎയിലെ ജീവിതത്തിൽ ജോലി നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരൻ കണ്ണീർ ദിനങ്ങളിൽ സത്യസന്ധത മൂലം യുഎഇ പോലീസ് ഉദ്യോഗസ്ഥനായ ചരിത്രം. കൊല്ലം ഓച്ചിറ സ്വദേശി വർഗീസ് പാപ്പച്ചന്റെ ജീവിതമാണിത്. നമസ്കാരം. ഇന്ന് കരുതൽ ന്യൂസിൽ യുഎഇ റിപ്പോർട്ടർ സനുഷ സുരേഷും കൂടെയുണ്ട്. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. കാരണം നമ്മൾ ഇവിടെ യുഎഇയിൽ ഷാർജ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ശ്രീമാൻ വർഗീസ് പാപ്പച്ചൻ സാറിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. സാറ് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. നമസ്തേ. സാറേ, കാണുമ്പോൾ ഒരു പള്ളിയിലച്ഛനൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊരു പോലീസാണ്, അതിലുപരി മലയാളം പറയുന്ന ഒരു പോലീസ്. അത് വലിയൊരു അതിശയമാണ്. സാധാരണ പോലീസുകാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറബൊക്കെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇത് അറബിക് സംസാരിക്കുന്ന മലയാളി പോലീസ്. അപ്പോൾ സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള യാത്ര? ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1996 ഞാനിവിടെ വരുന്നത്. അവിടുന്ന് ജോലി ചെയ്യാൻ ഫസ്റ്റിലെ കയറുന്ന കമ്പനിയിൽ 2 വർഷത്തോളം. അത് കഴിഞ്ഞ് അതിൽ നിന്നും മാറി ഞാൻ വേറെ ദുബൈയിലുള്ളൊരു കമ്പനിയിൽ 12 വർഷത്തോളം ജോലി ചെയ്തു. എന്നാൽ കമ്പനിയുടെ പെട്ടെന്നുള്ളതായ ചില തീരുമാനങ്ങൾ കൊണ്ട് ഞങ്ങൾ കുറച്ച് പേരെ ജോലി നഷ്ടപ്പെടുകയും അതിനകത്ത് ഒരാൾ ഞാനുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം വൈഫും കുഞ്ഞും ഇവിടെ ഉണ്ട്. അന്ന് എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 1.5-2 വയസ്സോളേ ഉള്ളൂ. ഞാൻ അജ്മാനിലാണ് അന്ന് താമസിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഒരു ജോലി പെട്ടെന്ന് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഈ കമ്പനിയിൽ നിന്ന് കിട്ടേണ്ടതായ ഒരു ആനുകൂല്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടുമില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കൂടെ ഞാൻ കടന്നു പോവുക. പക്ഷേ വീണ്ടും ഒരു ജോലി കിട്ടും. അന്ന് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവരിലെല്ലാം ഞാൻ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോയെങ്കിലും ഇവരിൽ നിന്നും ഒന്നും ഒരു രീതിയിൽ ഒരു സന്തോഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ആരിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല. പക്ഷെ അപ്പോൾ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ തളർന്നതും തകർന്നതും കൈത്താങ്ങൽ നൽകേണ്ട എൻ്റെ വേണ്ടപ്പെട്ടവർ പോലും എന്നെ കൈവിട്ടതായ ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായത്. എനിക്ക് തോന്നുന്നു അതാണ് പ്രവാസി അനുഭവിക്കുന്ന അതെ ഒരു സങ്കടം. കാരണം നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് എങ്കിൽ എല്ലാവരും നമ്മൾക്കുണ്ട്. തീർച്ചയായും നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എങ്കിൽ ആരുമില്ല. കാരണം നമ്മൾ ചില സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ അറിയുന്നതും നമ്മുടെ സുഹൃത്തുക്കളെ അറിയുന്നതും നമ്മുടെ ഇല്ലായ്മയിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മളിലുണ്ടാവും. എല്ലാ പ്രവാസികൾക്കും ഒരു കഥ ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരാൾ എങ്ങനെ ജീവിക്കുന്നെന്ന് നാട്ടിലുള്ളവരാരും അറിയുന്നില്ല. ആ നാട്ടിൽ വരുന്ന സമയത്ത് വളരെ നല്ല രീതിയിലൊക്കെ പോകുമ്പോൾ ഇവിടെ എന്തോ വാരി കൂട്ടുന്നെന്നുള്ളത് അല്ല, വളരെ ദുഃഖത്തിലും മാനസികമായ വിഷമങ്ങളിലുമാണ് ഇപ്പോൾ ഓരോരുത്തരും കഴിഞ്ഞു പോകുന്നത്. അതറിയണമെങ്കിൽ നമ്മൾ അവരോടൊപ്പം ചേർന്ന് പോകുമ്പോഴേ മനസ്സിലാവും അവരേത് എത്രത്തോളമാണ് വേദന അനുഭവിക്കുന്നത്. അത് അനുഭവിച്ച ആളാണ് ഞാൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിന് ആഹാരത്തിന് പോലും കാശില്ലാതെ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കേണ്ടതായ അവസ്ഥയെ കൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. കാരണം എൻ്റെ ആരെയും ഞാൻ കുറ്റം പറയുക അല്ലെങ്കിൽ ഒന്നുമല്ല, മനുഷ്യരാ, അത് പല രീതിയിലാണ്. എന്നാൽ താങ്ങേണ്ടവർ, അതായത് അവനൊരു ജോലി നഷ്ടപ്പെട്ട് അവനൊരു ജോലി വാങ്ങിക്കൊടുക്കണം, അവൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്, അതെങ്ങനെയുണ്ട് എന്ന് അറിയാൻ ബാധ്യതയായിട്ടുള്ളവർ പോലും എന്നെ കണ്ടപ്പോൾ മാറി നടന്നതായ, അതായത് കണ്ടും കാണാതെയും പോകുന്നതായ അവസ്ഥ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയത്. അല്ലാതെ ഞാൻ പട്ടിണി കിടന്നിട്ടോ എൻ്റെ കുഞ്ഞിന് അരി മേടിക്കാൻ കാശില്ലാഞ്ഞുകൊണ്ട് അവനൊന്നും ഞാൻ മേടിച്ചു കൊടുത്തില്ല, ആ വിഷമമൊന്നുമല്ല. കാണേണ്ടവരും കൈത്താങ്ങേണ്ടവരും കണ്ടും കാണാതെയുമായി പോയപ്പോൾ ഫോൺ എടുക്കുക. അതായത് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ 3 ഉത്തരങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ ക്രൈസിസ് ബാധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ മീറ്റിങ്ങിലാണ്, അതുപോലെ തന്നെ ഞാൻ പിന്നെ വിളിക്കാം, ഇതാണ് ഉത്തരം. അപ്പോൾ എനിക്കത് മനസ്സിലായി. അവർ സ്ഥിരം ഈ ഉത്തരം തരുമ്പോൾ നമ്മൾ അവരെ വിളിക്കണ്ട എന്നുള്ളതാണ് എന്ന്. അതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അനുഭവങ്ങൾ ഇന്നും എനിക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രചോദനമായിരുന്നു. കാരണം അങ്ങനെയുള്ളതായ പല പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. വേദനകളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. ദുഃഖത്തിൻ്റെതായ സമയങ്ങളിലൂടെ ഞാൻ കടന്നു. ഉറങ്ങാത്ത ദിവസങ്ങൾ എനിക്കുണ്ട്. കാരണം ഭാര്യയും കുഞ്ഞിനെ നാട്ടിൽ വിടണമെങ്കിൽ പോലും അവരുടെ വിസ ക്യാൻസലും
ഓവർ സ്റ്റേ അതിൻ്റെ പൈസയും മറ്റു കാര്യങ്ങളും കൊടുക്കാൻ പോലും കയ്യിലില്ല. കാരണം ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആള് ഇവരുടെ ഫൈനും മറ്റും അടച്ച് കയറ്റിവിടാൻ പറ്റുന്ന അവസ്ഥയല്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ നടന്നു പോകുമ്പം പ്രതീക്ഷ എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബേസിക്കലി ഞാനിന്ന് നിങ്ങളോടൊപ്പം ഇരിക്കുന്നതിൻ്റെ ഒറ്റ കാരണം ഞാൻ പഠിത്തം കൊണ്ട്, അത് പഠിച്ചു വന്നതിൻ്റെ ബിരുദമോ അല്ല സർട്ടിഫിക്കറ്റോ ഒന്നുമല്ല, അതൊന്നുമില്ല, അതുകൊണ്ടുമല്ല. ഇംഗ്ലീഷോ അറബി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അറബിയോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അറിയുന്നത് കൊണ്ടുമല്ല. പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചു എന്നുള്ളതാണ് എൻ്റെ ആകെയുള്ള ഒരു സർട്ടിഫിക്കറ്റ്. നല്ല മാതാപിതാക്കൾ. കാരണം പട്ടാളത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം നാട്ടിൽ വരുമ്പോഴും അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലുള്ളപ്പോഴും 5:30 മണിയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പായുണ്ട്. അദ്ദേഹത്തിന് പട്ടാളക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ, ഈ ബെഡൊക്കെ മടക്കി വെച്ച് ട്രെയിനിലുള്ള യാത്ര, ഒരു ബെഡ് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ആ ബെഡിൻ്റെ സൈഡിൽ 3ആയിട്ട് ഇങ്ങനെ മടക്കി ചുറ്റി വെക്കുന്ന ഒരു പായുണ്ട്. അത് 5:30 മണിയാവുമ്പോൾ അദ്ദേഹം അത് കൊണ്ടിട്ടിട്ട് കൊടുങ്കാറ്റുണ്ട് വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ, കൊതിയോടെ ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. അതായത് സാധു കൊച്ചുഞ്ഞ് ഉപദേശിയാണോ അറിയില്ല, മാർത്തോമയിലെ ഉഷകാലം നാം ഉണർന്നെഴുന്നേൽക്ക എൻ്റെ ഒരു പാട്ടിൻ്റെ ഈരടിയാണ്. ആ പാട്ട് അദ്ദേഹം പാടും, ഭയങ്കര ഒച്ചത്തിലാണ് പാടുന്നത്. ഈ പാട്ട് പാടുമ്പം നമ്മുടെ ഓച്ചറയിലെ ഞെക്കനാലിൻ്റെ പ്രദേശം ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ, നാട്ടില് കൊല്ലം ജില്ലയിൽ ഓച്ചിറ, കൊല്ലക്കാർക്ക് അഭിമാനിക്കാം. അപ്പം കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ ഞെക്കനാൽ. അപ്പം ഈ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പാപ്പച്ചൻ പാട്ട് പാടുന്നു. 5 മണിക്കോ 5:30ക്കോ. എത്ര വർഷം വരെ നാട്ടിലുണ്ടായിരുന്നു? എത്ര വയസ്സ് വരെ? ഞാൻ 19ാമത്തെ വയസ്സിൽ ഇവിടാണ് വന്ന് എൻ്റെ ജന്മദിന ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കാരണം ഉറപ്പ് പറയാൻ കാര്യം, ഞാൻ അമ്മയോടൊന്ന് വിളിച്ചു പറഞ്ഞു, എന്തായാലും 18 കൊല്ലം ഉള്ളായിരുന്നല്ലോ അമ്മയോടൊപ്പം ബർത്ത്ഡേ ആഘോഷിച്ച്, ഈ പ്രാവശ്യം ഇവിടായിരുന്നു. ആ സമയത്ത് വരുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഞാൻ തുറന്നു പറയുകയാണ്, വീടിൻ്റെതായ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഈ 19ാമത്തെ വയസ്സിൽ. ഒന്നിടപെട്ടോട്ടെ. കാരണം എത്ര പേരാണ് സാറിന്റെ വീട്ടിൽ? ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പെങ്ങളും പപ്പായും മമ്മി, ഞങ്ങൾ 5 പേരും പപ്പായും 5 മെമ്പർമാർ. പപ്പ വീട്ടിൽ വന്ന് നിന്നു, വീടൊക്കെ വെച്ച് ബുദ്ധിമുട്ടിലൂടായിരുന്നു ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പപ്പ പറയും, ഇനി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ആലോചിച്ചോണം. കാരണം ഡിഗ്രി കഴിഞ്ഞ് ജ്യേഷ്ഠൻ പഠിക്കുന്ന, ഇദ്ദേഹം ബാങ്ക് മാനേജറായിട്ട് നാട്ടിലുണ്ട്. അപ്പോൾ അന്ന് ആ 18ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി IT ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്ത പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ അടുത്തുള്ള ഏറ്റവും വളരെ ഈ ന്യൂസ് പേപ്പറൊക്കെ കൊടുക്കുന്ന ഒരു ഏജൻ്റ് ഉണ്ട്, ബഹുമാനപ്പെട്ട വളരെ ഒരു പ്രായമുള്ള എൻ്റെ ഒരു അപ്പന് തുല്യമായ ദിവാരം പിള്ള സാറെന്ന് പറയും, അദ്ദേഹത്തിൻ്റെ മകൻ ജയപാൽ. ഞാൻ അവിടെ ചെന്നിട്ട് പറയുകയും 700 പേപ്പർ മേടിച്ച് 700 വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. പത്രം വിടാൻ പോകുമായിരുന്നു രാവിലെ. അങ്ങനെ കിട്ടുന്ന എനിക്ക് 700 രൂപയാണ് അന്ന്. അതായത് 26 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വയസ്സ് 18 ആയപ്പോൾ ഞാൻ ഈ ഗൾഫിലേക്ക് വരുന്നതിന് മുൻപത്തെ ഒരാഴ്ചക്ക് മുമ്പാണ് ഞാൻ ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന വേറൊരാൾക്ക്. കാരണം ജീവിക്കണം, അതിനുള്ളതായ വഴി നമ്മൾ കണ്ടുപിടിക്കുക, ദൈവത്തെ വിളിക്കുക. അതിലൂടെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ദൈവം എന്നും വഴികാട്ടി വഴി തുറന്നു തരികയും ചെയ്യും. ദൈവം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ സത്യസന്ധത എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് സാറ് പോലീസിലേക്ക് ഞാൻ കേട്ട കഥയും. അപ്പൻ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മാത്രമല്ല, മക്കൾ ഇന്നും സത്യസന്ധമായിട്ട് അന്യൻ്റെ മുതൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവരുതെന്ന് കുട്ടിക്കാലം മുതലേ പറഞ്ഞു പഠിപ്പിച്ച ഒരപ്പൻ്റെ മകനാണ് എന്നുള്ളതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. അതാണ് ഇന്ന് എൻ്റെ ജീവിതം വഴിത്തിരിവായി ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പറയാം, നിങ്ങളോടൊപ്പം ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാര്യം. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, വീടാണ് ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി, അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു, വീടറിഞ്ഞ് വളർന്ന കുട്ടി നാടറിഞ്ഞ് ജീവിക്കും. ഈ നാട്ടിൽ ഇപ്പൊ കണ്ടില്ലേ ഓരോ കുട്ടികൾ വളരെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത്. പേരൻസിന് പോലും സെക്യൂരിറ്റി വീട്ടിൽ ആ സമയത്ത് ആ കുട്ടികളെ വളർന്നു വരുമ്പോഴേ അവരെ ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൻ ശനിയാഴ്ച വൈകിട്ട് വേറെ ഒന്നും പഠിപ്പിക്കില്ല, ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ പോകണം, അദ്ദേഹം കഥവ് പൂട്ടി വരും, കൊയർ, യുവജന സഖ്യം, പ്രാർത്ഥന, വീട്ടുപ്രാർത്ഥന, ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ഫുഡ്. അപ്പോൾ പള്ളിയിൽ ആക്റ്റീവ് ആയിക്കോണം, പ്രാർത്ഥന, പാട്ട്, ഇതൊക്കെ പഠിപ്പിക്കുക. അതായത് രാവിലെയും വൈകിട്ടും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും ഈ സമയത്ത് വീട്ടിലുണ്ടായിരിക്കണം. ഫുട്ബോൾ കളി അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ല. ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അന്ന് വീട്ടിൽ പ്രവേശനമില്ല. വീട്ടിൽ നിന്നോണല്ല, അപ്പച്ചൻ്റെ വീട്ടിൽ പോയി കിടന്നോ, ഇവിടെ കയറണ്ട. കാരണം ഇവിടെ വരുന്നവർ 7:30 മുമ്പ് എത്തിയിരിക്കണം. കാരണം 7:30 പ്രാർത്ഥനയാണ്. ഇതാണ് അപ്പൻ്റെ പോളിസി. അദ്ദേഹം വന്ന് മുട്ടുകുത്തുന്നു, നമ്മളും അതിനോടൊപ്പം ചേരുന്നു. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട്, എന്നെ മുന്നോട്ട് കൊണ്ടുവന്ന എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ജീവിതം. ഇതായിരുന്നു ആകെയുള്ളൊരു സർട്ടിഫിക്കറ്റ്.
അല്ലാതെ പഠിത്തത്തിൻ്റെയോ മറ്റു സർട്ടിഫിക്കറ്റോട്ടൊന്നും വരാം. പ്രീ ഡിഗ്രി ഐറ്റിയും കഴിഞ്ഞ് പത്രക്കച്ചവടം കൊണ്ട് നടന്ന വർഗീസ് പാപ്പച്ചൻ ഇന്നിപ്പോൾ നിങ്ങളോടൊപ്പം പറഞ്ഞ പോലെ ഷാർജ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹവും അവരുടെ പ്രാർത്ഥനയും അവർ പറഞ്ഞു തന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാനിവിടെ എത്താൻ കാരണവും അമ്മയുടെ അമ്മ വീട്ടിൽ വന്ന് ഇത് കണ്ടപ്പോഴാണ് ഈ പേപ്പറും കൊണ്ട് ഇവൻ എന്തിന് രാവിലെ എണീറ്റ് പോകുന്നതെന്ന് ചോദിച്ചാണ് അമ്മ വീട്ടുകാർ ഇവിടെ കൊണ്ടുവന്ന് ഈ ജോലി വാങ്ങിത്തന്നത്. എങ്ങനെയാണ് പോലീസിൽ അത് കഴിഞ്ഞ് അതുപോലെ കണ്ടിന്യൂസ് പറയുമ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ട് ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടിൽ പോകുമ്പം ആകെ പിന്നെ എനിക്ക് സമയം ചിലവഴിക്കാനായിട്ട് ആരുമില്ല. ഞാനും വൈഫും കുഞ്ഞും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കും ഈ പള്ളികളിൽ പോയിരിക്കും. വിശേഷാൽ എൻ്റെ ഇടവക എന്ന് പറയുന്നത് ഷാർജ പാരിഷ് മാർത്തോമ. അത് കഴിഞ്ഞിട്ട് കത്തോലിക്ക പള്ളിയെ സംബന്ധിച്ച് അറിയാമല്ലോ, എപ്പോഴും ഓപ്പണായിട്ട് തുറന്നിരിക്കുകയാണ്. അവിടെ കുരിശിൻ്റെ വഴിയും മാതാവിൻ്റെ ഗ്രോട്ടോയും പ്രാർത്ഥനയും. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്ന് എപ്പോഴും ഇരിക്കുമ്പോൾ ഈ മാതാവിൻ്റെ ആ ഗ്രോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് മാതാവിനെ നോക്കിയിരിക്കുമ്പം വളരെ സന്തോഷമായിട്ടൊരു സമാധാനം എനിക്ക് ലഭിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മക്കൾ കരയുമ്പോൾ അമ്മ ചെവി കൂർപ്പിക്കുകയും മക്കൾ നിലവിളിക്കുമ്പോൾ അമ്മ ഓടിയെത്തുകയും ചെയ്യും എന്നുള്ള ഒരു വാക്യം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഈ അമ്മ എന്നെ താങ്ങും എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ ഇന്നും വൈകുന്നേരം അവിടെ പോവും, മുട്ടുകുത്തും, പ്രാർത്ഥിക്കും. ചിലപ്പോൾ കുടുംബം വൈഫും കുഞ്ഞും വരും. ചിലപ്പോൾ ഞാൻ ഈ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുന്ന വഴി ജോലിയൊക്കെ നോക്കിയിട്ട് തിരിച്ച് ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയെ പോവും. തിരിച്ചു വരുമ്പോൾ കിട്ടുന്നില്ല. ഇവിടെ വന്ന് പറയും അമ്മ ഇന്നും പോയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടി കൂടെ ഞാൻ പെട്ടെന്ന് സമയക്കുറവുകൊണ്ട് പറയാം, അങ്ങ് ഒരു പരാജയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ അസ്ഥാനത്തെത്തിയിട്ട് ജീവിതം മുന്നോട്ട് എങ്ങനെ ഒരു ചോദ്യചിഹ്നമായി മാറി തളർന്നും തകർന്നും പോയൊരവസ്ഥയിലൂടെ കടന്നുപോയാളാണ് വർഗീസ് പാപ്പച്ചൻ. കാരണം അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ അടിപറ്റുന്നത് നമ്മളെ താങ്ങേണ്ടവർ കാണാതെ പോകുമ്പോഴും അവർ നമ്മളെ തള്ളിക്കളയുമ്പോഴും ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഭയങ്കര ഇരട്ടി വീണ്ടും നമ്മളെ വിഷമത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം എനിക്ക് ഇന്നാൾ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം എന്നെ കണ്ട് മാറിപ്പോകുമ്പോൾ പ്രതീക്ഷകൾ അസ്ഥാനത്ത് വരുക തീർന്നു. അതോടെ അങ്ങനെയുള്ള ഒരുപാട് അനുഭവം എനിക്കുണ്ടായി. പക്ഷേ ഒരാളെ ഞാൻ അതിനകത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. അതെ, ദൈവം അറിയാതെ ഒന്നും. ജീവിതത്തിൽ ഏത് രീതിയിലൂടെയും കടന്നു പോകുമ്പോൾ നിനക്ക് എന്തെന്നുള്ളതെല്ലാം അറിഞ്ഞ് അതാത് സമയങ്ങളിൽ നമുക്ക് തരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതായ പ്രശ്നങ്ങളെ ദൈവം നമുക്ക് തരൂ, അതിൽ കൂടുതൽ തരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് സഹിക്കാൻ പറ്റാത്തത് കൂടുതലുണ്ട് എൻ്റെ മേൽ വെച്ചുകൊള്ളുവിൻ, ഞാനത് വഹിച്ചുകൊള്ളാം. അങ്ങനെ ഞാൻ ജോലിക്ക് ഇങ്ങനെ പോയി, എങ്ങും കിട്ടുന്നില്ല. അച്ഛന്മാരും ഒക്കെ ഇടപെടും. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നല്ല ജോലി ലഭിച്ചില്ല എനിക്ക്. അപ്പോൾ പ്രതീക്ഷകളെല്ലാം തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യയും കുഞ്ഞിനെ നാട്ടിൽ കയറ്റി വിടണം. ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായേക്കുന്നത്, ഒരു തമിഴ് വംശത്തിൽപ്പെട്ട അദ്ദേഹം ഒരു തമിഴ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് വിജയ്, ദുബൈയിലുണ്ട്. എങ്ങനെ അദ്ദേഹം എൻ്റെ ഈ കാര്യം അറിയുകയും എന്നെ ബന്ധപ്പെടുകയും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും നാട്ടിൽ വിടാനുള്ള ക്യാഷും ഈ ഫൈൻ അടയ്ക്കുകയും ഈ ടിക്കറ്റ് എടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്ത് കയറ്റി വിട്ട്, അങ്ങനെ ഒരു പ്രധാന ഒരു പ്രശ്നം എൻ്റെ സോൾവായി. കാരണം നിങ്ങൾക്കത് പ്രധാന പ്രശ്നമെന്ന് പറയാൻ കാര്യം, ഞങ്ങൾ പട്ടിണിയിലൂടെ ഇങ്ങനെ കടന്നു പോവുക. 2 വയസ്സുള്ള കുഞ്ഞിനെ ഒരു നാൻ മേടിക്കാൻ ക്യാഷ് ഇല്ലാതെ ഷാർജയിലെ പള്ളിയുടെ അവിടെ വന്ന് ഞാൻ പലരോടും ഒരു 45 ദിർഹംസ് ചോദിച്ചിട്ട് എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ ഞാനത് ലഭിക്കാഞ്ഞപ്പോൾ, ആ കാശ് കയ്യിലില്ലാഞ്ഞപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ള ഒരു പഴയ കൊറോള കാർ എടുത്തിട്ട് ഞാൻ അവിടെ ടാക്സി അധികം കിട്ടാത്തപ്പം ഈ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവിടുന്നതിന് വേണ്ടി അവരെ കൊണ്ടുപോയി വിട്ട് കിട്ടുന്ന 5-10 ദിർഹംസ് ഞാൻ തേടി പിടിച്ചാണ് ഈ കുഞ്ഞിന് ഞാനും മറ്റരിയൊക്കെ മേടിച്ചത്. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ താമസിച്ചെടുത്ത് ജെസ്സി വൈഫ് പോയിട്ട്, വൈഫിൻ്റെ പേര് ജെസ്സി, വൈഫ് ഇങ്ങനെ പോയി ചോദിക്കുന്ന 1 കിലോ അരി ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്നില്ല. അപ്പോൾ വാച്ച്മാൻ പോയിട്ട് വേറൊരു കടയിൽ പരിചയപ്പെടുത്തിയിട്ട് അവിടുന്ന് അത് മേടിച്ചുകൊണ്ട് വന്ന് കഞ്ഞി വെച്ചൊക്കെ വളരെ ഒരു പ്രശ്നം. ആരും അറിയാതെ ജീവിക്കുന്നു. ഈ സമയത്ത് വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോഴും അപ്പം വയ്യാതെ കിടക്കുന്നു, പൈസ ഒന്നും കിട്ടാതെ ചെലവിന് ചോദിക്കുമ്പോഴും അമ്മ എല്ലാം ശരിയാകുന്നുണ്ട് എന്നാണ് ഞാൻ പറയാറ്. എല്ലാം ശരിയാവുന്നുണ്ട് എന്നുള്ള ഒറ്റ മറുപടിയിലൂടെയാണ് ഞാനിതെല്ലാം ഒതുക്കിയത്. കാരണം എന്തായെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഞാനിതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്
എന്ത് പറയുന്നത്. അപ്പോൾ പിന്നെ വേറൊരാൾ കൊണ്ടുപോയിട്ട് ഒരിടത്ത് പരിചയപ്പെടുത്തുന്നു, അവിടുന്ന് കുറച്ച് ഫുഡ് ഞങ്ങൾക്ക് തരുന്നു. എങ്ങനെങ്കിലും ഇവരെ കയറ്റി വിടുന്നതായിരുന്നു എൻ്റെ ആകെയുള്ള ഒരു ലക്ഷ്യം അതായിരുന്നു. അങ്ങനെ ഇവരെ കയറ്റി വിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിസിറ്റ് വിസയിൽ വന്ന് നിന്നിട്ട് ജോലി അവരുടെ കൂടെ നാട്ടിൽ പോയി. ഇല്ലില്ല, അവരെ കയറ്റി വിട്ടു. കാരണം എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സാറിന് വിസ ഉണ്ടോ? ഇല്ല, ഞാൻ അതുവരെ വിസിറ്റ് വിസയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവരുടെ വിസ തീർന്നിട്ട് പോകാൻ വയ്യാതെ ഫൈനായി കിടക്കുക. ഇവരെ കയറ്റി വിടാൻ പറ്റുന്നില്ല. ഇവർക്ക് ഓവർ സ്റ്റേ പൈസ അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല. ഒരു നേരത്തെ ആഹാരത്തിന് കാശില്ലാത്ത ഞാൻ ഈ 17,000 ദറംസ് എങ്ങനെ ഒപ്പിക്കും? 5 ദറംസിൽ ആകെ എൻ്റെ ആഹാരം എന്ന് പറയുന്നത് 1 ദറംസിന് മേടിക്കുന്ന അന്നൊരു കുപ്പൂസ് കിട്ടും. 1 ദറംസ 4 എണ്ണം ചെറുതായിട്ട് കിട്ടും, വെള്ള കുപ്പൂസ് ചെറുത്, പിന്നെ ഒരു സുലൈമാൻ. ഇതാണ് എൻ്റെ ആഹാരം. ഇതിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അരിയാഹാരം കഴിക്കാൻ, ആരെങ്കിലും ഊണ് മേടിച്ച് തന്നാലോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ യാത്ര ചെയ്യും ഈ റെസ്റ്റോറൻറ്റിന് മുന്നിൽ കൂടെയൊക്കെ പോകുമ്പോൾ. പക്ഷേ ഇതാരോടും പറയാറില്ല. ആകെ പറയാൻ നമുക്ക് ദൈവമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ ചെന്ന് ഞാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത്. കാരണം ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചായിരുന്നു, കടലിൻ്റെ തീരത്ത് ഒരു പള്ളിയും പള്ളിക്കൊരു വിളക്കുമരവും പള്ളിക്കൊരു കൊടിമരവും ഒക്കെ ഉണ്ട്. ആ വിളക്കുമരത്തിലെ വിളക്കാണ് ആ വഴി പോകുന്ന കപ്പലുകൾക്ക് എന്നും വഴികാട്ടിയായിട്ടിരുന്നത്. ലക്ഷ്യവതായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശക്തമായ കാറ്റിലും മഴയിലും ഒക്കെ പെട്ട് ഈ പള്ളിയും ഈ കൊടിമരമൊക്കെ തകർന്നപ്പോൾ ആ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു. അതിലെ പോയ കപ്പിത്താന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങൾക്ക് മുന്നോട്ടുള്ള വഴിയാത്രയ്ക്ക് കത്തിയിരുന്ന വിളക്ക് ഈ ദേവാലയമായിരുന്നു. അത് നശിച്ചുകൊണ്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കടന്നു വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കെന്നും വഴികാട്ടിയായും ലക്ഷ്യമായി മാറിയത് ആ ദേവാലയമാണ്. രാവിലെയും വൈകിട്ടും ആ ദേവാലയത്തിൽ പോവും, മാതാവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ ജോലി പ്രതീക്ഷകൾ അസ്ഥാനത്തായി നിൽക്കുന്ന ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിന്നെ കൈവിടില്ല എന്നുള്ള ഒരു സ്വരം എനിക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ബേസിക്കലി എനിക്ക് ലഭിച്ചത് അവിടുന്ന്. എല്ലാവരും തള്ളപ്പെടുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ തള്ളുകയില്ല. അന്ന് മുതൽ ഇന്ന് വരെയും 15 വർഷത്തോളമായി ഞാൻ ഇന്ന് നിങ്ങൾ എപ്പോഴും വരുമ്പം കാണാതിരിക്കും സെൻറ്റ് മിക്കായേൽ കത്തോലിക്ക ചർച്ചിൻ്റെ മുന്നിലുണ്ട്. ഞാൻ 4:30 വന്ന വെളുപ്പിനെ 4:30 വന്നാൽ ഞാനുണ്ട്, 6:30 വന്നാലുണ്ട്, ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് 4 മണിക്ക് വന്നാൽ ഞാൻ അവിടെ ഉണ്ട്, വൈകിട്ട് 8 മണിക്കും 10:30 ഞാൻ അവിടെ ഉണ്ട്. കാരണം ഒന്നുമില്ലാഞ്ഞ കാലത്ത് എനിക്ക് ആശ്രയമായി മാറിയപ്പോൾ ഇന്ന് എനിക്കെല്ലാം ഉള്ളപ്പോഴും എനിക്ക് അവിടം വിട്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ആ പോലീസിലേക്കുള്ള വഴി ചോദിച്ചപ്പോഴാണ് ഇവിടം വരെ വന്നത്. അതായത് അത് കഴിഞ്ഞ് ഞാൻ ജോലി ഇങ്ങനെ പ്രതീക്ഷ എല്ലാം ചെന്ന് ചെയ്യുന്നിടത്ത് ജോലി ചോദിക്കുമ്പോൾ ഞാൻ ശമ്പളം ഒന്നും പറയുന്നില്ല, എന്തെങ്കിലും തന്നാൽ മതി. യുഎയിലെല്ലാം ലൈസൻസ് ഉണ്ട്, ഹിന്ദി ഇച്ചിരി, ഇംഗ്ലീഷ്, അറബി ഇച്ചിരി എല്ലാം അറിയാം. പക്ഷെ ആരും ഒന്ന് സന്തോഷമായിട്ടൊരു ജോലി തരുന്നില്ല. അങ്ങനെ മൊത്തം പ്രതീക്ഷ തീർന്ന അവസാനം ഞാൻ പറയാം നിങ്ങൾ, കാരണം അറിയാനുള്ളത് എന്താണ് എന്നുള്ളത് എനിക്കറിയാം. അത് തന്നെ. അപ്പം ഞാൻ പെട്ടെന്ന് പറയാം. കാരണം അന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന മാർത്തോമ സഭയിലെ അച്ഛനൊരു സാംസൺ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പല കമ്പനികളിലും വിളിക്കും. അതുപോലെ നമ്മുടെ അവിടുത്തെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവിടെ സക്കറിയ എന്ന് പറയുന്നൊരു ബ്രദർ, മാർത്തോമയോട് ചേർന്ന് കൂട്ടായ്മയുള്ള ഫെലോഷിപ്പ്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ സക്കറിയ അച്ഛൻ്റെ ഒരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പല കമ്പനികളും രാവിലെ പറയും, ബിജു ഇന്ന കമ്പനി പോകണം. സാംസൺ അച്ഛനാണെങ്കിൽ വർഗീസ് പാപ്പച്ച എന്നാണ് പറയുന്നത്, വർഗീസ് പാപ്പച്ച ഇന്ന കമ്പനി പോകണം. ഇവർ പറയും, അങ്ങനെ കമ്പനികളിൽ പോകും. പക്ഷെ ഒരു കമ്പനിയിൽ ജോലി ഉറപ്പായി എന്നും പറഞ്ഞ് ഈ അച്ഛൻ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. 9:30 ചെല്ലാൻ പറഞ്ഞു. 9:30, 10:30, 11:30, 12:30 ആയിട്ടും എന്നെ വിളിച്ചില്ല. 12:00 മാനേജർ വന്നിട്ട് പറഞ്ഞു, CV കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാം നോക്കി, പാപ്പച്ച അച്ഛൻ പറഞ്ഞതാണല്ലോ, അല്ല ഓക്കെ ഗുഡ്, നോക്കി ഇത്രയും നാൾ എക്സ്പീരിയൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗിൻ്റെ MEP സെക്ഷൻ കൈകാര്യം ചെയ്ത ആളാണ്. ഇതെല്ലാം എൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം വായിക്കുക. ദുബൈയിൽ എല്ലാ ലൈസൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഇച്ചിരി അറിയാം, ഹിന്ദി ഇച്ചിരി അറിയാം, അറബി ഇച്ചിരി അറിയാം, തമിഴ് ഇച്ചിരി അറിയാം, ഓക്കെ. പക്ഷെ ഇപ്പൊ പാപ്പച്ചന് പറ്റിയ ജോലി ഇല്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടലല്ല, കരയുക. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ കാലയിൽ പിടിച്ചിട്ട് ചോദിച്ചു, സാറേ എന്തെങ്കിലും ഒരു ജോലി തൽക്കാലം തന്നാൽ മതി, ശമ്പളം എന്തെങ്കിലും തൽക്കാലം തന്നാൽ ഞാൻ നിൽക്കാം, ഇവിടെ വരാൻ ജോലി ഉള്ളത് ചെയ്യാം, എന്താ ചെയ്യേണ്ടതെന്ന് പറ, നിങ്ങളോടൊപ്പം ആകാം, പിന്നെ ഒരു ജോലി എനിക്ക് വേക്കൻസി അനുസരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇല്ല, വിളിക്കാം. നിറഞ്ഞ കണ്ണുകളോടെയും കണ്ണുനീരോടെയാണ് ഞാൻ ആ പ്രതീക്ഷകൾ തീർന്നു. അവിടെ വെച്ച് അവിടെ തീരുക, വിസയും തീർന്നു, മൂന്നാമത്തെ വിസിറ്റും തീരുക. കാരണം ഈ വിസിറ്റ് എടുത്തു തരുന്ന ഓരോരുത്തരുടെ കയ്യും കാലും പിടിച്ചാണ് പിന്നെ തരാം, ഇപ്പം തരാമെന്ന് പറഞ്ഞാൽ വിസയും ടിക്കറ്റും എടുക്കുന്നത്. അങ്ങനെ തിരിച്ചുള്ള യാത്രയിൽ അജ്മാനിലെ അമ്മയുടെ സഹോദരി പുത്രിയുണ്ട്,
ചോദിച്ച് അപ്പോൾ അവരാണ് എനിക്ക് ചിലവിന് തരുന്നത്. എങ്ങനെ ചിലവിന് തരുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഹസ്ബൻഡ് ഈ ബാലൻസ് കോയിനൊക്കെ കൊണ്ടൊരു പാട്ടയിൽ ഇട്ട് വെക്കുന്നത് ഇവള് പിറക്കി എനിക്ക് തരും. പെങ്ങൾ അമ്മയുടെ അനിയത്തിയുടെ മോൾ അവരോട് ഉണ്ട്. അവർ തരും. അത് 5-10 ദിറംസാണ് കയ്യിലുള്ള ആകെ മുന്നോട്ടുള്ള യാത്രയിലാകെ നമ്മുടെ ഇന്ധനത്തിനുള്ള എല്ലാം അതാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇന്നലെ തന്ന പൈസ കയ്യിലുണ്ടോ? ഉണ്ട്. ജോലി ലഭിച്ചില്ല, വിഷമിക്കേണ്ട, ഇഞ്ഞു ബാ. വരുന്ന വഴിയിൽ ഇന്ന് നമ്മുടെ അജ്മാനോട്ട് വരുമ്പോഴൊരു KFC ഉണ്ടല്ലോ, അവിടെ കയറിയിട്ട് കുഞ്ഞിനൊരു അവരുടെ മോനൊരു സ്നാക്സ് ബോക്സ് സ്പൈസി 11 ദിറംസ് മേടിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ പൈസ തരാം. ഓക്കെ, അതിനെന്താ, അവർ തരുന്ന പൈസ തന്നെ ഉള്ളൂ. ഞാൻ ലൈനിൽ കയറി മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാവരും കെട്ടുകണക്ക് ഇങ്ങനെ നമ്മുടെ ബക്കറ്റും ഒക്കെ മേടിച്ചു പോകുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹം, പക്ഷെ മേടിക്കാനോ മേടിച്ച് തരാനോ ആരും ഇല്ല. ഞാൻ ആഗ്രഹമുണ്ട്, കാശുമില്ല. നമ്മുടെ ഊഴം വന്ന് മേടിച്ച് ഞാൻ ഇതുമായിട്ട് ഇറങ്ങി ഒരു ബോക്സ് ചെറുത് പറഞ്ഞാൽ വെളിയിലോട്ട് നടന്നു പോകുമ്പം എൻ്റെ മുന്നേ മേടിച്ചുകൊണ്ട് പോയ അറബി അദ്ദേഹം ആ സാധനമല്ല അതിൽ വെച്ച് വണ്ടി തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്നും ഒരു ബാഗ്, ഒരു കവർ താഴോട്ട് വീണു. ഒരു കുട്ടി എടുത്തിടുന്നതാ, അത് കൈ നിന്ന് പോകുന്നു, പോയിട്ടുന്ന കുറച്ച്. ഞാനതെടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ക്യാഷ് എത്രത്തോളം ഉണ്ടായിരുന്നു? വലിയൊരു എമൗണ്ട് ആണ്. അത് ഞാൻ നോക്കി ഇങ്ങനെ എടുത്ത് നോക്കുന്ന ക്യാഷാ. ഈ വണ്ടി പെട്ടെന്ന് വിട്ടുപോവുകയും ചെയ്തു. ഞാനപ്പം അദ്ദേഹത്തിന്റെ ആ വണ്ടിയിൽ നിന്ന് വീണ ആ കോയിൻ ഉൾപ്പെടെ കോയിൻസ് ഉൾപ്പെടെയാണ് അത് വീഴുന്നത്. ബാക്ക് സീറ്റിൽ നിന്ന് കവർ അത് ഞാൻ എടുക്കുന്ന ഈ മോള് ഈ കൊച്ചു കളഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിതെല്ലാം എടുത്തു വെച്ച് നോക്കി. വളരെ സന്തോഷമായി. കാരണം കയ്യിൽ ഒരു പൈസ ഇല്ലാത്ത കാരണം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അന്ന് അവിടെ ഈ ഫോണിൽ നമ്മൾ 5 ദിറംസ് ഒക്കെ ഇട്ടാണ് ക്രെഡിറ്റ് ഫോൺ ചെയ്യാൻ. അന്ന് ഈ കോയിൻ കൊണ്ട് കൊടുക്കും. ഈ അല്ല നമ്മുടെ ബംഗാളി എടുത്ത് 5 ദിറം കൊണ്ട് കൊടുത്തിട്ട് ഫോണിലാക്കി തരും. എന്നാ ബംഗാളി തന്നെ എന്നോട് പറഞ്ഞു, മേലാൽ ഈ 1 ദിറം 2 ദിറം എടുത്തോണ്ട് വരരുത്, ഞാൻ ഇട്ടോളാം, നീ ഉള്ളപ്പോ എനിക്ക് കൊണ്ട് തന്നാ. ആ ഒരു അവസ്ഥയില്ല. ഈ സമയത്ത് എൻ്റെ കിട്ടുന്നത് ക്യാഷ്. KFC തിന്നാനായാലും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് എടുത്ത് വെച്ചിട്ട് സ്വർഗത്തിന്റെ ഭണ്ഡാരം, ജീവന്റെ മന്ന, ദൈവം പൊഴിച്ച് തന്നു, സ്തോത്രം എന്നും പറഞ്ഞത് വണ്ടിയെ മേടിച്ചു വെച്ച് സ്തോത്രം പറഞ്ഞില്ല. ഞാൻ ഈ വണ്ടിയെ ഫോളോ ചെയ്തു. അങ്ങനെ എയർപോർട്ട് റോഡ് വരെ പോകും. അപ്പോഴും എനിക്ക് പേടി, എൻ്റെ വണ്ടി പെട്രോൾ നിന്ന് പോവുമോ? കാരണം നമ്മുടെ 5 ദിറംസ് 10 ദിറംസിനാണ് പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുന്നത്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ഈ കൊറോണയ്ക്കൊക്കെ മണം മതിയല്ലോ അധികം, പെട്രോൾ പമ്പിൽ വൈകിട്ട് കൊണ്ടിട്ടാൽ. കാരണം അത്ര ക്യാഷ് ഇല്ല, മാർഗമില്ല, കയ്യിലില്ല. നമ്മുടെ 5 രൂപ 10 ദിറംസ് പെട്രോൾ. അങ്ങനെ ഈ വണ്ടിക്ക് ലൈറ്റ് അടിച്ച് അറബി നിർത്തി വളരെ ദേഷ്യത്തോടെ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്തിനാ നീ എൻ്റെ വണ്ടിക്ക് ലൈറ്റ് ഹോണും അടിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചെയ്യരുതാത്തതാണ് ചെയ്യുന്നത്. കാരണം അയാളെ ഫോളോ ചെയ്യുക, ലൈറ്റ് അടിക്കുക, ഹോൺ അടിക്കുക, ലൈറ്റ് അടിക്കുക. അദ്ദേഹം ഈ ട്രാക്കി മാറുന്നു, ഇവിടുത്തെ ആ ട്രാക്കിലോട്ട് ഞാനും മാറുന്നു. അപ്പോൾ അദ്ദേഹം ഈ ട്രാക്കി മാറുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു കളി. ലാസ്റ്റ് നിർത്തി വളരെ ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്തോട്ട് ഇറങ്ങി വരികുമ്പം ഞാൻ ഈ ക്യാഷ് എടുത്ത് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, നിന്റെ പൈസയാണ്, നിന്റെ വണ്ടിയിൽ നിന്ന് പോയതാണ്, അർബാബിൻ്റെതാണ്, ഇത് എൻ്റെതല്ല. ഞാൻ അറബിയിലാണ് അദ്ദേഹത്തിനോട് പറയുന്നത്, ഇത് അർബാബിൻ്റെയാണ്, ഇത് എൻ്റെതല്ല, ഇത് കൊണ്ടുവന്നു. ഓടിച്ചെന്ന് വണ്ടിയെ നോക്കുമ്പോൾ കാശില്ല. അദ്ദേഹത്തിന്റെ 3 വയസ്സുള്ള ഒരു മോള് ആ വണ്ടിയിലുണ്ട്. അവളോട് ചോദിക്കുന്നത്, അറബിയിൽ ചോദിക്കുന്നത്, എവിടെ പൈസ? അവളെ മോള് മറുപടി പറയുന്നു, ബാബ അന്ന് ഏരിയത് അത് അറബിയിൽ എന്നോട്, എനിക്ക് കെൻഡുക്കി അല്ലായിരുന്നോ വേണ്ട, അത് കിട്ടി, മറ്റേത് ഞാൻ എടുത്ത് കളഞ്ഞു. ഈ മോള് 3 വയസ്സുകാരി പറയും, കൊച്ചിന് വേണ്ടത് കിട്ടിയപ്പോ എനിക്ക് വേണ്ടത് കിട്ടി. എൻ്റെ കയ്യിൽ ഇരുന്നത് ബാഗായിരുന്നു, കവറായിരുന്നു. ബാബ എനിക്ക് KFC കൊണ്ട് തന്നപ്പോൾ ഞാൻ അതെടുത്ത് കളഞ്ഞു. അത്രേ ഉള്ളൂ. ആ കുഞ്ഞു പറഞ്ഞു. അദ്ദേഹം ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ച് ക്യാഷ് മേടിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞു, എണ്ണി നോക്കണ്ട, പോയി. അപ്പം എന്നോട് അദ്ദേഹം കെട്ടിപ്പിടിച്ച് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നു, നീ ദൈവമാണോ, നീ മനുഷ്യനാണോ, നീ ഈ ക്യാഷ് ആരും കാണാം, അന്ന് ക്യാമറയൊന്നും ആ ഭാഗത്തില്ല, അത്രയും ദൂരം താണ്ടി വന്ന് നീ എനിക്ക് തന്നു. നമ്മുടെ രക്തബന്ധങ്ങളും വേണ്ടപ്പെട്ടവരും കൂടിയിരിക്കേണ്ടവരും ആയിരിക്കുന്നവരും, നമ്മൾ വിശ്വസിക്കുന്നവരും വിശ്വാസം അർപ്പിച്ചവരും, നമ്മളെ താങ്ങേണ്ടവരും, വേണ്ടപ്പെട്ടവരും പള്ളിക്കാർ എല്ലാവരും ആയിക്കൊള്ളട്ടെ, അവർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അമ്മയുണ്ടോ, ചെലവിന് കൊടുക്കുന്നു, അപ്പനെ നോക്കുന്നു, ഇതെല്ലാം ചോദിക്കുകയാണ്. ഇദ്ദേഹം ഒന്നൊന്നായിട്ട് ചോദിക്കുക. കുടുംബമുണ്ടോ, അമ്മയെ നോക്കുന്നു, ഇവരമ്മയ്ക്കാണല്ലോ ഒരു ജീവിതത്തിൽ, അമ്മ എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, കൊടുത്ത ഒരു മറുപടി ഇതാണ്, അറബിയിൽ തന്നെ പറഞ്ഞു, എനിക്ക് ആഹാരമില്ല, ഞാൻ അരിയാഹാരം കഴിച്ചിട്ട് മാസങ്ങളായി, പിന്നെ ഞാനെങ്ങനെ എൻ്റെ തളർന്ന് കിടക്കുന്ന അപ്പനപ്പം പാരലൈസ് തളർന്ന് വീട്ടിൽ കിടക്കുക, അപ്പനെയും അമ്മയും കുടുംബത്തെയും നോക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, കരയേണ്ടത് മനുഷ്യൻ്റെ മുന്നിലല്ല, ദൈവത്തിൻ്റെ മുന്നിൽ. അറബിയിൽ എന്നോട് മറുപടി പറയുക. ഖുറാൻ്റെ 1-2 സൂക്തങ്ങൾ അദ്ദേഹം ചേർത്ത് പിടിച്ചാണ് ആ ഉത്തരങ്ങളൊക്കെ എന്നോട് പറയുന്നത്. മുകളിലൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ മുന്നിലേ കരയാവുള്ളൂ, മനുഷ്യൻ്റെ മുന്നിൽ ഒരിക്കലും നിൻ്റെ വിഷമങ്ങളോ ഭാരങ്ങളോ പറഞ്ഞ് കരഞ്ഞാൽ
അതൊരിക്കലും ശരിയല്ല, നാളെ നിനക്ക് ദോഷമായിട്ടേ ഭവിക്കൂ, അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു, മുകളിലിരിക്കുന്ന അള്ളാഹ് നിന്നെ കാത്ത് പരിപാലിക്കും. അപ്പം ഞാൻ ചോദിച്ച്, അർബാബിൻ്റെ വീട്ടിൽ വല്ല ഡ്രൈവർ പണിയുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യമാണ്, പറയുന്നതിൽ എനിക്ക് അതിലൊരു വിഷമവും. കാരണം എനിക്ക് കിട്ടിയാൽ എന്തെങ്കിലും ആഹാരവും കിട്ടും, പിന്നെ കിട്ടുന്ന പൈസ വീട്ടിൽ വായിക്കാം, അമ്മയും അപ്പനെയൊക്കെ നോക്കണം. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. നിനക്കള്ള മുകളിലിരിക്കുന്ന ദൈവം നിനക്ക് ജോലി തരും എന്നും പറഞ്ഞ് ഇദ്ദേഹം ഡോറടച്ച്. ഈ ഡോറടച്ച് ഇദ്ദേഹം വണ്ടി തിരിക്കാൻ നേരം പ്രതീക്ഷ വീണ്ടും ആസ്ഥാനത്തെത്തി. കാരണം കയ്യിൽ തിരിച്ചു പോകണേ പെട്രോൾ അടിക്കാൻ കാശില്ല. കാരണം ഉള്ള ബഡ്ജറ്റ് KFC മേടിച്ചു പോയി, ഇല്ല സ്നാക്സ് ബോക്സ് 12 ദിർഹംസിന് മേടിച്ച്, പിന്നെ 1-2 കോയിൻ കാണും, അങ്ങനെ പമ്പിലൊക്കെ ചെന്ന് 2 ദിർഹംസിന് പെട്രോൾ അടിക്കും. ഞാൻ വളരെ ദുഃഖിതനായിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹം വണ്ടി തിരിച്ചിട്ട് ഗ്ലാസ് താത്ത് ഒരു നമ്പർ എഴുതി എനിക്ക് തന്നിട്ട് പറഞ്ഞ്, നാളെ രാവിലെ 9 മണിക്ക് നീ എന്നെ വിളിക്കാൻ. അപ്പോഴാണ് ദൈവം ഉണ്ട്, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് കാണിച്ചു തന്ന ഒരു ദൈവം ഉണ്ട് എന്ന് എനിക്ക് വീണ്ടും വീണ്ടും തെളിയിപ്പിക്കുക. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ നമ്മൾ അറിയുന്നില്ല, ഇല്ലേ? നമ്മൾ വിചാരിച്ച രീതിയല്ല നമുക്ക് വേണ്ടി ദൈവം വിചാരിച്ചത്. നമ്മൾ തിരഞ്ഞെടുത്ത വഴികൾ കമ്പനികളിലെല്ലാം ജോലിക്ക് പോയി, അതല്ല ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 7-8 ഇങ്ങനൊരു വാക്യമുണ്ട്, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരം, നിന്റെ വഴികളുമല്ല എൻ്റെ വഴികൾ. പിന്നെയോ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരത്തിന്മേലും വഴികളിന്മേലും എൻ്റെ വഴികളും വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു, ഇല്ലേ? പക്ഷേ ആ പ്രതീക്ഷയൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു മറുപടി അത്രത്തോളം എനിക്ക് സന്തോഷമേകി. അദ്ദേഹം പോയി, ഞാൻ പ്രാർത്ഥനയോടുകൂടി യാത്രയായി വീട്ടിൽ വന്നിരുന്ന് രാവിലെ 9 മണിയായപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷാർജ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ വാ. ഞാൻ ഫോൺ കട്ട് ചെയ്ത്, കാരണം ഞാൻ ഭയന്നു പോയി. കാരണം ഒന്നാമത് ഇവിടെ വലിയായിട്ട് കള്ള ടാക്സി ഓടി, കാരണം ജീവിക്കാൻ അന്നം തേടുന്ന ഞാൻ കട്ട് ചെയ്തപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ച്, എന്തിനാ നീ ഫോൺ കട്ട് ചെയ്ത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല നിങ്ങൾ ആരാ അർബാബെ, ഞാൻ റോങ് നമ്പറാ. അല്ല, ഈ ഫോൺ വന്നപ്പോഴത്തേക്ക് അതെവിടെന്നാ വിളിച്ചത്? അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് ഞാൻ അദ്ദേഹം തന്ന നമ്പറിൽ ഞാൻ വിളിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്നടുത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കട്ട് ചെയ്തു. കാരണം ബുദ്ധിമുട്ടും കഷ്ടപ്പാടിന്റെയും അന്നേക്കുള്ള അന്നം തേടാനുള്ള ജീവിതയാത്രയിൽ കള്ള ടാക്സി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിട്ട് ഇവിടുത്തെ നിയമം കണ്ടില്ല, നമുക്ക് ജീവിക്കണം. അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഇതിനോട് സംസാരിച്ച ആള് തന്നെ ഞാൻ. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. ഇദ്ദേഹമാണ് എനിക്കിവിടെ ഈ പോലീസ് സ്റ്റേഷനിലാണോ സാറിനെ കാണാനായിട്ട് ഞാൻ അവിടെ ചെന്നതും അദ്ദേഹം എന്റെ CV മേടിച്ചിട്ട്. അപ്പം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു? ആയിരുന്നു, അദ്ദേഹം ഇവിടുത്തെ പോലീസ് ഓഫീസർ. അദ്ദേഹമാണ് എനിക്ക് ജോലി ഒരുക്കി തന്നതും. തുടർന്ന് ഇത്രയും 14 വർഷത്തോളം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ജോലി ചെയ്യുകയും പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും കോർഡിനേറ്റ് ചെയ്ത് ഞാൻ കണ്ടു ആ സ്ഥലത്ത് തന്നെ. ഞാൻ ഏറെയും നമ്മുടെ മലയാളികൾ പറയുന്ന കേട്ടിട്ടില്ല, വർഗീസ് പാപ്പച്ചൻ സാർ ഞങ്ങൾക്കറിയാം. എല്ലാവർക്കും സാറിനെ അറിയാം. സാറിൻ്റെ സേവനങ്ങൾ ഇങ്ങനെ മലയാളികൾ എന്നല്ല, പള്ളി വരുന്ന ആ ചർച്ച് സൗണ്ടിൽ കംപ്ലീറ്റ് സാറിൻ്റെ മയമാണ് നമുക്ക് എപ്പോൾ പോയാലും. അതൊരു വലിയൊരു മലയാളികള് ഷാർജയില് പള്ളിയിൽ അവിടെ എത്തിക്കഴിഞ്ഞ പാപ്പച്ചൻ സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നീണ്ട ഒരു 14 വർഷത്തോളമായി ലീവ് ദിവസങ്ങൾ അങ്ങനെ വേറെ പരിപാടികളോ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഡ്യൂട്ടി കഴിയുന്നു, അത് വെളുപ്പിനെ പള്ളിയിൽ ചെല്ലും. 4:30 മണിക്ക് ഞാൻ ചെന്നിട്ടായിരിക്കും നട തുറക്കുന്നത്. കത്തോലിക്ക പള്ളിയുടെ നട 5 മണിക്ക് തുറക്കുമ്പോൾ ഞാൻ കാണുവാണ്. അപ്പൊ ഈ വെളുപ്പിനെ കത്തോലിക്ക സഭയുടെ കീഴ്വഴക്കം അനുസരിച്ച് രാവിലെ നടന്നു വരുന്ന സ്ത്രീകൾ ഒറ്റയ്ക്കൊക്കെ വരും. അപ്പം മറ്റുള്ളവരൊക്കെ ഒറ്റയ്ക്ക് വരുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവാതിരിക്കാൻ ഞാൻ 4:30 വന്നിട്ട് ആ റോഡിലൂടെ കറങ്ങുകയും നടക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ എല്ലാവർക്കും അറിയാം പോലീസ് റോഡിലുണ്ട്. ഈ നീണ്ട 15 ഇത്രത്തോളം ഈ ദിവസം വരെ 4:30 ചെല്ലും. 5 മണിക്ക് പള്ളി തുറക്കും. രാവിലത്തെ ശുശ്രൂഷയ്ക്ക് ഞാൻ പങ്കെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓഫീസിൽ പോകുന്നതും. തിരിച്ച് വൈകിട്ട് വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും 6 മണിയാകുമ്പോൾ പള്ളി വരും. 10:30 വരെ പള്ളിയിൽ നിന്ന് നട അടച്ചിട്ടാണ്. കുടുംബം ഇപ്പോഴ് നാട്ടിലാണോ? നാട്ടിലാണ്. മൂത്ത പുത്രൻ ഇപ്പം 10ാം ക്ലാസ് ആളാണ്. ഇപ്പോൾ 2 വയസ്സുള്ള മോനിപ്പം 10th-ലായി. എല്ലാവർക്കും ഹായ്. അത് വൈഫിന്റെ പേര് പറഞ്ഞു സാറേ? ജെസി ചേച്ചി, ഡിയോൺ വർഗീസ്, ഡാരോൺ വർഗീസ്. അമ്മ മാത്രമേ ഉണ്ട് ഇപ്പം. സാലം എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇതില് എനിക്ക് ഒരു കാര്യമുള്ളൂ പറയാൻ. ദൈവം ജീവിതത്തിൽ സഹനങ്ങള് ബുദ്ധിമുട്ടുകളിലൂടെ നമ്മളെ കടത്തി വിടുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൻ്റെതായ ഒരു പടിവാതിക്കലെ നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടത്. കാരണം അതുകൊണ്ടാണ് ബൈബിളിലുണ്ട്, ദൈവം തൻ്റെ മക്കൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു കണ്ണ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലും.
ഒരു കാലത്ത് പത്രക്കച്ചവടം, ഒരു കാലത്ത് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ പണി, ഒരു കാലത്ത് എൻജിനീയറിംഗ് സെക്ഷൻ, ഒരു കാലത്ത് പട്ടിണി പരിവട്ടം. ഇന്ന് വർഗീസ് പാപ്പച്ചനെ ദൈവം ഇരുത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തീർച്ചയായും പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തെത്തുമ്പോൾ പ്രതീക്ഷകളോടെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് ഈ സഹനങ്ങൾ തരുന്നത്. ഈ സഹനം വരുമ്പോൾ തന്നെ ചിന്തിച്ചോണം, ദൈവത്തോട് തിരിഞ്ഞു നിന്ന് എന്നോട് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. വലിയ വലിയ വീഴ്ചകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നു. പ്രതിസന്ധികളൊന്നും നമുക്ക് കടന്നു പോകാൻ വയ്യാതെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടെങ്കിലും സാറിൻ്റെ ഈ ഒരു അനുഭവം കരുതൽ ന്യൂസിനോട് പങ്കുവെച്ചതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾക്കും സാറിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവണം. തീർച്ചയായും യുഎഇയിൽ ഞാൻ വന്നപ്പോൾ നമ്മുടെ സനുഷയുടെ വീട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ ഒരു സുരേഷ് ഏട്ടനും മായയൊക്കെ ഉണ്ട്. അവരുടെ ഫ്രണ്ടായിട്ടാണ്. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. സാറിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് മലയാളിയോ പോലീസോ എന്നൊക്കെയുള്ള വലിയൊരു ഇതായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. അവരെനിക്ക് ഈ ഫാമിലി എനിക്ക് സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള എല്ലാം ഒരുക്കി തന്നു. അതുപോലെ തന്നെ സാറിനും കുടുംബത്തിനുമൊക്കെ ഒത്തിരി സന്തോഷം, പ്രാർത്ഥനയും. ഞങ്ങളെയൊക്കെ ഓർക്കണം. ഇത് ഓരോ മലയാളികൾക്കും ഓരോ മനുഷ്യനും സത്യസന്ധത എന്നുള്ള ഒരു വാക്കിന് എത്രത്തോളം അർത്ഥമുണ്ട്. അതൊരു ജീവിതമാണ്. ഇന്ന് ജീവിക്കുന്നത് സാർ ആ സത്യസന്ധതയിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു അനുഭവം ഒത്തിരി പാഠമായിരിക്കട്ടെ. സന്തോഷം. താങ്ക് യു സർ.